അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് പോത്തീസിലെ ആടി സെയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പോത്തീസിലെ ആടി സെയിൽ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം അവിടുത്തെ ഡിസൈൻസും സാരി കളക്ഷനും കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങളോ? പോത്തീസിൻ്റെ കളക്ഷൻസ് ഒരു പ്രത്യേക ഭംഗിയാണ്, പ്രത്യേകിച്ച് സാരികൾക്ക്. സാരി കാണാനാണ് ഞാൻ പോത്തീസിൽ എപ്പോഴും പോകാറുള്ളത്. ആര് പോത്തീസിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും കൂടെ വെറുതെ ആണെങ്കിലും ഞാൻ പോകും. കാരണം അവരുടെ ഡിസൈൻസ് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. കുർത്ത സെക്ഷൻ അങ്ങനെ ഒന്നും ഞാൻ പോകാറില്ല. അവിടുത്തെ സാരി സെക്ഷൻ പോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ പ്രത്യേകിച്ച് അവരുടെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ആ സാരിയുടെ ഒരു കളർ പോയിരിക്കുന്നത് കണ്ടോ, അത് അവർ ക്ലിയർ ആയിട്ട് അവരുടെ പ്രൈസ് ടാഗിൽ എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവരത് റിഡക്ഷൻ ഇട്ടിരിക്കുന്നതെന്ന്. അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട് അവർക്ക്. അതായത് റിഡക്ഷൻ ഇട്ടിരിക്കുന്നതിൽ കുറച്ച് കൂടുതൽ റിഡക്ഷൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഇട്ടിരിക്കുന്നതെന്ന് അവർ കറക്റ്റായിട്ട് ആ പ്രൈസ് ടാഗിൽ എഴുതും. ഇപ്പോൾ അതിൻ്റെന്ന് പറഞ്ഞാൽ കളറിൻ്റെ പ്രോബ്ലം കൊണ്ടിട്ടാണെന്ന് അവർ ആ പ്രൈസ് ടാഗിൽ ക്ലിയർ ആയിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോകുമ്പോഴേക്കും അങ്ങനത്തെ ഒരു സെക്ഷനിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് നോക്കി വിരിച്ച് നോക്കിയിട്ട് വേണം നിങ്ങളത് മേടിക്കാൻ. അപ്പോൾ ആ സാരിക്ക് ഏകദേശം ഒരു 4000 അടുത്ത് വരുന്ന സാരിയാണ്. പക്ഷേ അവർ 900-നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവർ ക്ലിയർ ആയിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് കളറിൻ്റെ പ്രോബ്ലം കൊണ്ടിട്ടാണ് അവരിങ്ങനെ ഇട്ടിരിക്കുന്നതെന്നുള്ളത്. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലൗസ് പീസസ് അങ്ങനെയൊക്കെ വരില്ലേ, റണ്ണിങ് മെറ്റീരിയൽസിൽ ലാസ്റ്റ് വരുന്ന ബാക്കി വരുന്ന ഭാഗം ഉണ്ടാകുമല്ലോ, അപ്പോൾ കട്ട് പീസ് എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയലായിരുന്നു അത്. അപ്പോൾ അത് ഓരോരോ പ്രൈസാണ്. അപ്പോൾ ചിലപ്പോൾ കുർത്തയൊക്കെ അടിക്കാനുള്ള അത്രയും തന്നെ നമുക്ക് മെറ്റീരിയൽ കിട്ടും. അപ്പോൾ നിങ്ങളത് പോയി നോക്കുക. പിന്നെ ഇതെന്ന് പറയുന്നത് സുൻഗുഡി എന്ന് പറഞ്ഞ ഒരു സാരി പാറ്റേൺ ആണ്. അപ്പോൾ ഓൺലൈനിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിന്ന ഒരു സാരി പാറ്റേൺ ആണ് ഇതെന്ന് പറയുന്നത്. ചെക്സ് വന്നിട്ട് താഴെ വലിയ ബോർഡർ വരും. എന്നിട്ട് അതിൽ പീകോക്ക് ഡിസൈനാണ് എപ്പോഴും വരാറ്. അല്ലാതെ മാനിൻ്റെ ഡിസൈനൊക്കെ ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഓൺലൈനിൽ. അപ്പോൾ നല്ല നല്ല കളർ കോമ്പിനേഷൻസ് വരുന്ന ഒരു ടൈപ്പ് സാരിയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിലെ ഒരെണ്ണം ഞാൻ പണ്ടൊരു പ്രാവശ്യം ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കോട്ടൺ, ഏകദേശം ഒരു കോട്ടൺ പോലെയൊക്കെ വരുന്നൊരു ഇതാണ്. അപ്പം റേറ്റ് എന്ന് പറയുന്നത് ഒരു 1500 ബിലോ ആണ്. എല്ലാം ഒരേപോലെയാണ് ഇരിക്കുന്നതെങ്കിലും എല്ലാത്തിനും പ്രൈസ് ഡിഫറൻസ് ചെറുതായിട്ടൊക്കെ ഉണ്ട്. ഇത് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കലംകാരി പ്രിൻ്റാണ് കലംകാരി പല രീതിയിലുള്ള സാരികളിൽ വരാറുണ്ട്. ഇതിപ്പോൾ ചന്തേരി സിൽക്കിലാണ് വരുന്നത്. നെക്സ്റ്റ് ഈ ഒരു കാണിക്കുന്നത് പിച്ച്വായ് പെയിൻറ്റിങ്ങും മ്യൂറൽ പെയിൻറ്റിങ്ങും ഒരുമിച്ച് വരുന്ന ഒരു സാരിയാണ് ഈ പിങ്ക് എന്ന് പറയുന്നത്. ബോഡിയിൽ മ്യൂറലാണ് വരുന്നത്, കേരള മ്യൂറൽ പെയിൻറ്റിങ്ങും പിന്നെ ആ ബോർഡറിൽ വരുന്ന പിച്ച്വായ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അജ്രക് ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ്. ഗുജറാത്തിൻ്റെ ഒരു ബ്ലോക്ക് പ്രിൻ്റ് ആണല്ലോ, അതും ചന്തേരിയിൽ വരുന്ന ചന്തേരി സിൽക്കിലാണ് ഈ ഒരു 3 സാരിയുടെയും പ്രിൻ്റ് വരുന്നത്. അതായത് ഇത് 3ഉം പറഞ്ഞിരിക്കുന്നത് അതൊരു പെയിൻറ്റിങ്ങും ബ്ലോക്ക് പ്രിൻറ്റും ഒക്കെയാണ്. ആ ഒരു ഡിസൈൻ നമ്മുടെ ചന്തേരി സാരിയിൽ അവർ കൊണ്ടുവന്നിട്ട് അതൊരു പ്രത്യേക ഒരു സാരിയാക്കി മാറ്റിയിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഇത് കാണാനായിട്ട്. ഓൺലൈനിൽ ഈ സാരികളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഡോല സിൽക്കിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കുറയും. മീഷോയിലൊക്കെ അവൈലബിൾ ആണ്. പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൂടി ഇട്ടേക്കാം. പിന്നെ നെക്സ്റ്റ് കണ്ടത് കോട്ടൺ സാരീസാണ്. അപ്പോൾ അതിൻ്റെയും ഒക്കെ റേറ്റ് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം ബ്ലോക്ക് പ്രിൻ്റ് ഡിസൈനും പിന്നെ വേറെ പല പല ഡിസൈൻസ് ഉണ്ടല്ലോ, നമ്മുടെ ചുങ്കടി ഡിസൈൻസും അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡിസൈൻസും ഈ കോട്ടൻ്റെ ഉണ്ട്. പിന്നെ ഈ ചന്തേരിയിൽ വരുന്നുണ്ട്, പിന്നെ ടസറിൽ വരുന്നുണ്ട്, ടസറിൻ്റെ പ്ലെയിൻ വരുന്നുണ്ട്, അങ്ങനെ എല്ലാം അവിടെ ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് സാരിയാണ്. അപ്പോൾ ഇതിൻ്റെയും പല പല കളർ കോമ്പിനേഷൻസ് അവിടെ കണ്ടിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റ് പറ്റാവുന്നതിൻ്റെയൊക്കെ ഞാൻ ഈ സ്ക്രീനിൻ്റെ അടിയിൽ എഴുതി കാണിക്കാം. പിന്നെ നെക്സ്റ്റ് കണ്ടൊരു സാരിയാണ്. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ എടുത്താണ്. ഇതിൻ്റെ കരയിൽ നല്ല പീകോക്ക് ഡിസൈൻ വരുന്നതാണ്. അതല്ലാതെ ബോഡി ഫുള്ളിങ്ങനെ പാറ്റേൺ വരുന്നുണ്ട്. നല്ലൊരു ബ്രൈഡൽ വെയർ ആയിട്ട് വേണമെങ്കിൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാരിയാണ്. അതിനൊന്നും വലിയ റേറ്റ് ഒന്നും ഇല്ല. പിന്നെ ഈ ഒരു ചെക്സ് കണ്ടോ, വലിയ ചെക്സാണ്. നമ്മൾ നേരത്തെ കണ്ടത് സുൻഗുഡി എന്ന് പറയുന്ന കുഞ്ഞ് ചെക്സാണ്. അത് മാത്രമല്ല ഈ ഒരു സാരി നല്ല ട്രാൻസ്പെറൻ്റ് ആണ്. നിങ്ങൾക്ക് ആ പ്രൈസ് ടാഗ് വരെ അതിൻ്റെ അടിയിൽ കൂടി കാണാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് സാരിയാണ്. ഇതിൻ്റെ എന്താണ് കറക്റ്റ് മെറ്റീരിയൽ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സ്ക്രീനിൽ കാണുന്നതിനേക്കാളും നല്ല ബ്രൈറ്റ് കളേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് നോക്കുകയാണ്. ഗ്രീൻ്റെ കൂട്ടത്തിലും റെഡ് നല്ലതാണ്, ബ്ലൂവിൻ്റെ കൂട്ടത്തിലും നല്ല രസമുണ്ട്. അപ്പം കോൺട്രാസ്റ്റ് ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഉടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ സാരിയൊക്കെ കാണാനായിട്ട്. ഇത് ടസറിൻ്റെ ഒരു സെക്ഷനാണ്. അപ്പോൾ എല്ലാം അത്യാവശ്യം കുറച്ചും കൂടി ഒരു സർക്കിൾ കളേഴ്സായിട്ടാണ് എനിക്ക് തോന്നിയത്.
പിന്നെ ഈ ഒരു സാരി കണ്ടോ, ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളറേ അല്ല അതിൽ ശരിക്കും കാണാനായിട്ട്. ഇതൊരു നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഏകദേശം അവരൊരു 800 ആണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ റിഡക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് 600ൻ്റെ അടുത്തായിട്ട് നമുക്ക് ഈ സാരി കിട്ടും. പക്ഷേ അതിൻ്റെ ബോർഡർ നല്ല നല്ല രസമുണ്ട് ബോർഡർ കാണാനായിട്ട്. ഒരു സൈഡിൽ താഴെ വരുന്നത് വീതിയുള്ള ബോർഡറും മേളിൽ വരുന്ന ബോർഡർ കുഞ്ഞു ബോർഡറുമാണ്. അപ്പോൾ അങ്ങനത്തെ സാരികൾ കിട്ടാനായിട്ട് അങ്ങനെ അധികം കാണാറില്ല. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു സെക്ഷനിലെന്നൊക്കെ പറഞ്ഞാൽ 2 പീസ് 590, 2 പീസ് 690 അങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്ന കുറേ ഇതുണ്ട്. അത് ഹാങ് ചെയ്തിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത്. അതിൽ നല്ല നല്ല ഡിസൈൻസ് ഉണ്ട്. അപ്പം റേറ്റ് കുറയും തോറും മെറ്റീരിയൽ കുറച്ചും കൂടി ഇങ്ങനെ റഫായിട്ട് കുറച്ചും കൂടി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പോലത്തെ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. പിന്നെ റേറ്റ് കൂടുമ്പോഴേക്കും കുറച്ചും കൂടി നല്ല നല്ല ക്വാളിറ്റിയിൽ വരും. അപ്പോൾ ഇത് നേരത്തെ കാണിച്ച ഗ്രേ എന്ന് പറയുന്നത് വർലി പെയിൻറ്റിംഗ് ആണ് വരുന്നത്. അത് പ്രിൻറ്റഡ് അങ്ങനെ വരുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ 2 സാരിക്ക് 650 ആണ്. അപ്പോൾ അതിലും കുറേ ബ്ലോക്ക് പ്രിൻസിൻ്റെ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ആ 590നേക്കാളും കുറച്ചും കൂടി നല്ലൊരു ക്വാളിറ്റിയിൽ തോന്നുന്നുണ്ട്. അപ്പോൾ 2 സാരിക്ക് 650 എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു ഡീലാണ്. നമുക്ക് എന്തെങ്കിലും ഇത് എടുത്തിട്ട് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും നല്ലതായിരിക്കും. അപ്പോൾ ഡാർക്ക് കളേഴ്സും വരുന്നുണ്ട്, ലൈറ്റ് പേസ്റ്റൽ കളേഴ്സും എല്ലാം വരുന്നുണ്ട് ഇതിൽ. നല്ല നല്ല പാറ്റേൺസിൽ പോകുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇക്കത്തിൻ്റെ ഒക്കെ കണ്ടോ, അത് കണ്ടു കഴിഞ്ഞാൽ ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല ഇത്ര റേറ്റ് കുറഞ്ഞൊരു സാരിയാണെന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അവർ 2 സാരിക്ക് 750 ആണ് ഇട്ടേക്കുന്നത്. പിന്നെ ഈ ഒരു സാരി കണ്ടോ, ടൈ ആൻഡ് ഡൈയുടെ ഒരു സാരിയാണ്. അതിൽ നല്ല ബോർഡർ, വലിയ ബോർഡർ ഉള്ളതുകൊണ്ട് കുഞ്ഞു ബോർഡർ ഉള്ളതുകൊണ്ട് അത് 2 സാരിക്ക് 990 ആണ് അവരിട്ടിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് 1090യുടെ സെക്ഷനാണ്. അപ്പോൾ കുറച്ചും കൂടി സിൽക്ക് മോഡലുള്ള ഒരു സാരികൾ വന്നു. അതല്ലാതെ ബംഗാൾ കോട്ടണും ഇവിടെ തന്നെയാണ് അവരിട്ടിരിക്കുന്നത്. അപ്പം അതും നല്ല രസമുണ്ട്. സിൽക്ക് സാരികളൊക്കെ 2 സാരിക്കാണ് ഈ 1090 എന്ന് പറയുന്നത്. അത് നല്ലൊരു ഡീലായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നല്ല രസമുണ്ട് കളർ കോമ്പിനേഷനൊക്കെ കാണാനായിട്ട്. പിന്നെ ഇത് എല്ലാ കളേഴ്സും വരുന്നൊരു സാരി. അപ്പോൾ വെറുതെ ഒന്ന് എടുത്ത് നോക്കിയതാണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ആ സാരിയുടെ പാറ്റേൺ. ജസ്റ്റ് ദൂരെ നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാരി കണ്ടോ, ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു മണവാട്ടീനെ പല്ലക്കിൽ കൊണ്ടുപോകുന്ന ഒരു ഡിസൈനാണ് അതിൻ്റെ ബോർഡറിൽ വരുന്നത്. ചിക്കി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം കൊണ്ടു നടന്നു, പിന്നെ എടുത്തില്ല. ഹസ്ബൻഡിനെയും കൊണ്ടുവന്നിട്ട് എന്തായാലും നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു സെക്ഷനിലുള്ള കളർ കോമ്പിനേഷൻസ് കണ്ടോ, ഗ്രീനിൽ ആ ബ്രൗൺ വരുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ. പ്രോബ്ലം ഉള്ള സാരികൾ അവർ പ്രത്യേകം സെക്ഷനായിട്ടാണ് വെച്ചിരിക്കുന്നത്. അല്ലാതെ ഉള്ളതിനൊക്കെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് കംപ്ലയിൻസ് ഒന്നും ഇല്ല. അതിന് ഓഫർ ഇട്ടിരിക്കുകയാണ്. കുറച്ചൊരു പഴയ പാറ്റേൺ വരുന്നതിന് കൂടുതൽ ഓഫറും പുതിയ പാറ്റേണിനൊക്കെ കുറച്ച് ഓഫറാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെയാണ് അവർ ഇട്ടിരിക്കുന്നത്. എല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ്. ഇതൊക്കെ ഞങ്ങൾ അവിടെ സെയിൽസിൽ നിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എടുക്കുകയാണെങ്കിൽ വിരിച്ച് നോക്കിയിട്ടൊക്കെ കൺഫേം ചെയ്തിട്ട് എടുക്കണം. പാറ്റേൺ കണ്ട് ഇഷ്ടപ്പെട്ടാണ് ഞാനിവിടെ പോയത്. അപ്പോൾ സ്ക്വയർ പോലെ വരുന്ന ഈ സാരിക്ക് 1045 ആണ്. അതിൻ്റെ 20% ഓഫർ അവരിട്ടിട്ടുണ്ട്. പിന്നെ ഏറ്റവും കുറവുള്ള സാരികൾ ഞങ്ങൾ കണ്ടത് ഇതാണ്. 300 ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് പ്യുവർ ബനാറസിലൊക്കെ വരുന്ന സാരികളാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് കളർ കോമ്പിനേഷൻസ്, കളേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. കോമ്പിനേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരേ പാറ്റേണാണ് ഈ സാരിയിൽ മൊത്തം പോകുന്നത്. പിന്നെ ഞങ്ങൾ പോയത് ചുരിദാർ സെക്ഷനിലേക്കാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നല്ല മിറർ വർക്കൊക്കെ വരുന്ന കുറേ ചുരിദാറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ 2 പീസിന് 1660 രൂപയാണ്. അപ്പോൾ അതിൻ്റെ വൈറ്റും ഉണ്ട്, പിന്നെ കളേഴ്സിൽ വരുന്നതും ഉണ്ട്. പറ്റിയാൽ ഞാൻ ഒന്നും കൂടി പോത്തീസിൽ പോകുന്നതായിരിക്കും. അപ്പോൾ എന്താണ് കൂടുതലായിട്ട് ഈ വീഡിയോ എടുക്കേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.